Take this, and divide it among yourselves. For I say unto you, I will not drink of the fruit of the vine till the kingdom of God shall come. That thou doest too quickly. This is my body, which is given for you. This do in remembrance of me. This cup is the New Testament in my blood, which is shed for you. Little children, yet a little while I am with you. A new commandment I give unto you, that ye love one another as I have loved you, that ye also love one another. By this shall all men know that ye are my disciples, if ye have love one to another. Peace I leave with you. My peace I give unto you. Not as the world giveth, give I unto you. Let not your heart be troubled, neither let it be afraid. I came forth from the Father, and am come into the world. Again I leave the world and go to the Father. Behold, the hour cometh. Yea, and now is, that ye shall be scattered, every man to his own, and shall leave me alone. And yet I am not alone, because the Father is with me. These things I have spoken unto you, that in me ye might have peace. In the world ye shall have tribulation. But be of good cheer. I have overcome the world.
വീണ്ടും ഒരു ഞായറാഴ്ച കൂടെ ആരാധനയ്ക്കായി ഒരുങ്ങി വരുവാൻ ദൈവം നമുക്ക് കൃപ ചെയ്തു. സർവശക്തനായ ദൈവം നമ്മെ പരിപാലിക്കുന്ന വിധങ്ങളെ ഓർത്തുകൊണ്ട് നന്ദിയോടുകൂടെ നമുക്ക് വിശുദ്ധ ആരാധനയ്ക്കായി വരുന്ന കടകളടയ്ക്കാം. ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. ജീവന്റെ അപ്പമായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഈ പരിശുദ്ധ ആരാധനാ നിമിഷമണിയങ്ങൾക്ക് അങ്ങ് നൽകിയതോർത്ത് നന്ദിയോടെ ഞങ്ങളെ സ്തുതിക്കുന്നു. ഞങ്ങൾ അനുഭവിച്ച നന്മകൾ ഓർത്തുകൊണ്ട് നിന്റെ സന്നിധിയിൽ വിനയത്തോടുകൂടെ വരുവാനും നന്ദി നിറഞ്ഞ ഹൃദയത്തോടുകൂടെ നിന്നെ ആരാധിക്കുവാനും ഞങ്ങൾക്ക് നൽകിയ വലിയ കൃപകൾ ഞങ്ങൾ ഓർത്ത് നിന്നെ സ്തുതിക്കുന്നു. നിന്റെ മാംസത്താലും രക്തത്താലും ഞങ്ങളുടെ പാപങ്ങൾ കഴുകപ്പെട്ട് നിന്നിൽ പൂർണ്ണമായ അംശങ്ങളായി തീരുവാൻ ഞങ്ങളെ അങ്ങ് സഹായിക്കുന്നത് ഓർത്ത് സ്തോത്രം ചെയ്യും. ഞങ്ങളുടെ പാപങ്ങൾക്കായി കാൽവരി ക്രൂശിൽ കഷ്ടമനുഭവിക്കുകയും മരിച്ചു ഉയർത്തെഴുന്നേറ്റിരുന്ന് ഞങ്ങളുടെ ഹൃദയത്തിൽ വാഴുകയും ചെയ്യുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൽ നിന്റെ ഓർമ്മയെ കാത്തു സൂക്ഷിക്കുവാൻ ജീവനുള്ള ദൈവത്തിന്റെ ശരീരത്തിന്റെ ഭാഗങ്ങളായി ഞങ്ങൾക്ക് നിലനിൽക്കുവാൻ കർത്താവെ ഞങ്ങൾ ഒരുക്കുന്നതുകൾക്കായി സ്തോത്രം ചെയ്യുന്നു. ഈ പ്രത്യേക സാഹചര്യത്തിൽ ജനമെമ്പാടും പ്രതിസന്ധികൾ അനുഭവിക്കുന്ന ഈ സാഹചര്യത്തിൽ കർത്താവെ നിന്നെ ആരാധിക്കുവാൻ ഞങ്ങൾക്ക് നൽകിയ ദൈവകൃപകൾക്കായി സ്തോത്രം. ഭവനങ്ങളിലായിരുന്നു ഞങ്ങൾ നിന്നെ മഹത്വപ്പെടുത്തുമ്പോൾ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ നിന്ന് ഉറച്ച സ്വരത്തോടുകൂടെ നിന്നെ നോക്കി വിളിക്കുവാൻ കർത്താവെ നിന്റെ സാന്നിധ്യം ഞങ്ങൾ അനുഭവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. നിനക്കായി ഞങ്ങൾ പാടുമ്പോൾ വചനം ധ്യാനിക്കുമ്പോഴൊക്കെ നിന്റെ കൃപ അടികളോടുകൂടെ നിലനിൽക്കണമേ. നിന്റെ പൂർണ്ണമായ സംസർഗം അടികളിൽ നിലനിൽക്കുവാൻ ദൈവമുടയാക്കി തീർക്കണമേ. എല്ലാ പ്രിയ മക്കളെയും നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ക്രിസ്തു മുഖാന്തരം നിങ്ങൾ യാചിക്കുമ്പോൾ പ്രാർത്ഥന കൃപയോടുകൂടെ കേട്ട് ഉത്തരവരുമാറാകണമേ. ആമേൻ. ദൈവ നാമ സ്തുതിക്കും മഹത്വത്തിനുമായി ക്രിസ്തീയ ഗീതത്തിൽ നിന്നും 202 ഗീതം നമുക്ക് എല്ലാവർക്കും ചേർന്ന് പാടാം. ക്രിസ്തീയ ഗീതങ്ങളിൽ നിന്നും 202 ഗീതം. ഒന്നടിയാരുടെ കന്മഷവും തിന്മയശേഷവും ദുർമനസ്സും ഒന്നോട ശേഷവും നീക്കിടണം, ഒന്നോട ശേഷവും നീക്കിടണം. എന്നും മോശെ അടിയർ നിൽപ്പാൻ വരിക സുരാധിപ പരമപര നിൻ കരുണാസനം വഴിയായി സഭയിൽ നിൻ
ആത്മാവാകുന്നു. അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. നമ്മുടെ പിതാവായ ദൈവത്തിൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. ഇത് യഹോവ ഉണ്ടാക്കിയ ദിവസം ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കാം. കർത്താവേ, ഞങ്ങളുടെ അധരങ്ങളെ തുറക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ. ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. സ്തുതിത്താരങ്ങളിൽ മൂന്നാം ഭാഗത്തിന്റെ രണ്ടാമത്തെ പുറം ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നിന്റെ ശക്തിയാലും ജ്ഞാനത്താലും സകലത്തെയും സൃഷ്ടിക്കുകയും ഞങ്ങളുടെ രക്ഷിതാവായിരിക്കുവാൻ നിന്റെ പുത്രനെ ഞങ്ങൾക്ക് നൽകുവാൻ ലോകത്തെ സ്നേഹിക്കുകയും ചെയ്ത പിതാവാം ദൈവമേ, നിനക്ക് സ്തുതി ഉണ്ടാകട്ടെ. പാപമൊഴികെ സകലത്തിലും ഞങ്ങൾക്ക് തുല്യനായി തീർന്നവനും ഞങ്ങളുടെ അതിക്രമനിമിത്തം മരണത്തിന് എത്തിക്കപ്പെടുകയും ഞങ്ങളുടെ നീതീകരണത്തിനായി ഉയർത്തിക്കപ്പെടുകയും ചെയ്ത പുത്രനാം ദൈവമേ, നിനക്ക് സ്തുതിയുണ്ടാകട്ടെ. സകല സത്യത്തിലും ഞങ്ങളെ വഴിനടത്തുകയും ദൈവസ്നേഹം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പകരുകയും ചെയ്യുന്ന പരിശുദ്ധാത്മാവായ ദൈവമേ, അങ്ങേക്ക് സ്തുതിയുണ്ടാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവമേ, അങ്ങേക്ക് സകല മഹത്വവും സ്തുതിയും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. സർവശക്തനായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ഞങ്ങളുടെ ആരാധനയും സ്തോത്രവും മുമ്പാകെ അർപ്പിക്കുന്നതിനായി ഞങ്ങൾ നിന്റെ സന്നിധിയിലേക്ക് വന്നിരിക്കുന്നു. ഞങ്ങളുടെ പാപങ്ങളെ പരമാർത്ഥമായി ഏറ്റുപറയുന്നതിനും മറ്റുള്ളവർക്കും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനും ഞങ്ങളെ സഹായിക്കണം. നിരവിശുദ്ധവചനം ശ്രദ്ധയോടെ കേൾക്കുന്നതിനാൽ ഞങ്ങൾ നിന്റെ സ്നേഹത്തിന്റെ വലുപ്പത്തെ കൂടുതൽ യഥാർത്ഥമായി നിന്റെ കൃപാഫലങ്ങളെ ഞങ്ങളുടെ ജീവിതത്തിൽ തെളിയിച്ചു കാണിക്കുകയും ചെയ്യേണ്ടതിന് ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം കൃപ ചെയ്യണമേ. നമുക്ക് പാപമില്ല എന്ന് നാം പറയുന്നതെങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കും. സത്യം നമ്മിൽ ഇല്ലാതെയായി. നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ചു സകല നീതിയും പോകി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനും ആകുന്നു. ഞാൻ എഴുന്നേറ്റപ്പനടുത്ത് ചെന്ന് അവനോട്, അപ്പാ, ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തിരിക്കുന്നു. ഇനി നിന്റെ മകൻ എന്ന പേരിന് ഞാൻ യോഗ്യനല്ല എന്ന് പറയും. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കുന്നു. നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല. പാപമൊഴികെ സർവത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവരല്ലേ നമുക്കുള്ളത്. അറിയാൻ ഒട്ടുകൂട്ടി മൗനമായി നമ്മെ തന്നെ ശോധന ചെയ്തുകൊണ്ട് നമ്മുടെ കുറവുകളെ ദൈവസന്നിധിയിൽ വിനയമായി നമുക്ക് ഏറ്റുപറയാം. പൂർണ്ണഹൃദയത്തോടുകൂടെ ദൈവസന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിക്കുകയും ദൈവം നമ്മെ നടത്തുന്ന വിധങ്ങളെ കുറിച്ച് നമുക്ക് ബോധ്യമുണ്ടായിരിക്കട്ടെ. ദൈവത്തിൽ നിന്നും അകന്നു പോകുന്നതായിട്ടുള്ള ചിന്തകളോ വാക്കുകളോ പ്രവൃത്തികളോ ജീവിതത്തിൽ വന്നു പോയിട്ടുണ്ടെങ്കിൽ അടികളോട് ക്ഷമിച്ച് ദൈവസന്നിധിയിൽ പൂർണ്ണതയുള്ളവരായിരിക്കാൻ സഹായിക്കണമേ. ക്രിസ്തുയേശുവിന്റെ രക്തത്താൽ നാമൊക്കെയും ശുദ്ധീകരിക്കപ്പെടുകയും ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ അവയവങ്ങളാണെന്നുള്ള പൂർണ്ണബോധ്യത്തോടുകൂടി താവിന്റെ ഹിതമനുസരിച്ച് ജീവിക്കാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തുകയും ചെയ്യണമെന്ന് ദൈവത്തോട് നമ്മൾ പ്രാർത്ഥിക്കും. വചനത്തിനനുസരിച്ച് ജീവിതം ചിട്ടപ്പെടുത്തുവാൻ ദൈവം നമ്മെ വിളിക്കഴിഞ്ഞു. കഴിഞ്ഞുപോയ നാളുകളിൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ എല്ലാ പാളിച്ചകളും കഴുകപ്പെടേണ്ടത്
നാലാമത്തെ അനുതാപ പ്രാർത്ഥനയിൽ നമുക്ക് പങ്കാളിയാക്കാം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവശക്തനായ ദൈവമേ, വിചാരത്തിലും വാക്കിലും ക്രിയയിലുമുള്ള ഞങ്ങളുടെ കഠിനകുറ്റ നിമിത്തം ഞങ്ങൾ നിന്നോട് പാപം ചെയ്തിരിക്കുന്നു എന്ന് തിരുമുമ്പാകെ ഏറ്റുപറയുന്നു. ഞങ്ങളോട് കരുണയുണ്ടാകണമെന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. സർവശക്തനായ ദൈവമേ, ഞങ്ങളോട് കരുണയുണ്ടായി ഞങ്ങളുടെ സകല പാപങ്ങളും ഞങ്ങളോട് ക്ഷമിച്ചു, സകല ദോഷത്തിൽ നിന്ന് ഞങ്ങളെ വിടുവിച്ച് സകല നന്മയിലും ഉറപ്പിച്ച് ബലപ്പെടുത്തി നിത്യജീവനിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കണമേ. ആമേൻ. സർവശക്തനും കരുണയുള്ളവനുമായ കർത്താവ്, പാപങ്ങളുടെ മോചനവും മാപ്പും ജീവിതം ക്രമപ്പെടുത്തുന്നതിനുള്ള അവസരവും പരിശുദ്ധാത്മാവിന്റെ കൃപയും ആശ്വാസവും നമുക്ക് ഏവർക്കും നൽകുവാനാകട്ടെ. ദൈവവചന ശുശ്രൂഷയ്ക്കായി നമുക്ക് എല്ലാവർക്കും ഒരുങ്ങാം. കർത്താവിനെ സ്തുതിക്കുകയും നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗത്തിന്റെയും ഭൂമിയുടെയും അധികാരിയായ ദൈവമേ, അനേകർക്ക് വേണ്ടി മറുവിലയായി അങ്ങയുടെ പുത്രനെ നൽകിയവരോ, തിന്മയുടെ മേശയിലും കർത്താവിന്റെ മേശയിലും ഒരുപോലെ പങ്കുചേരുവാൻ ഞങ്ങളെ ഇടയാക്കരുതേ. ഞങ്ങൾ അനുഗ്രഹത്തിന് പാത്രമായി തീരുമ്പോൾ അങ്ങയുടെ പുത്രന്റെ രക്തത്തിൽ തന്നെ ഓഹരിക്കാരായതിന് തുല്യമാണല്ലോ. പിതാവിനോട് പരിശുദ്ധാത്മാവിനോട് കൂടെ കാലാവസാനം കൂടാതെ ജീവിച്ചു വാഴുന്ന നുറുക്കപ്പെട്ട അപ്പമാകുന്ന ക്രിസ്തു മുഖാന്തരം ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. ആമേൻ. ഇപ്പോൾ ഒന്നാം പാഠം വായിച്ചു കേൾക്കാം. ഇന്നത്തേക്ക് വായിപ്പാൻ നിശ്ചയിച്ചിരിക്കുന്ന ഒന്നാം പാഠം ഉൽപ്പത്തി പുസ്തകം 14-ാം അധ്യായം 17 മുതൽ 24 വരെയുള്ള ദൈവവചനം. ഉൽപ്പത്തി പുസ്തകം 14-ാം അധ്യായം 17 മുതൽ 24 വരെയുള്ള ദൈവവചനങ്ങൾ. അവൻ കേദർലയർമേരിനെയും കൂടെയുള്ള രാജാക്കന്മാരെയും തോൽപ്പിച്ചിട്ട് മടങ്ങി വന്നപ്പോൾ സോദോം രാജാവ് രാജതാഴ്വര എന്ന ഷാവേ താഴ്വര വരെ അവനെ എതിരേറ്റു ചെന്നു. ശാലേം രാജാവായ മൽക്കിസേദെക്ക് അപ്പവും വീഞ്ഞും കൊണ്ടുവന്നു. അവൻ അത്യുന്നതനായ ദൈവത്തിന്റെ പുരോഹിതനായിരുന്നു. അവനവനെ അനുഗ്രഹിച്ചു. സ്വർഗത്തിനും ഭൂമിക്കും നാഥനായി അത്യുന്നതനായ ദൈവത്താൽ അബ്രാം അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ. എന്റെ ശത്രുക്കളെ നിന്റെ കയ്യിൽ ഏൽപ്പിച്ച അത്യുന്നതനായ ദൈവം സ്തുതിക്കപ്പെടുമാറാകട്ടെ എന്ന് പറഞ്ഞ് അവന് അബ്രാം സകലത്തിനും ദശാംശം കൊടുത്തു. സൊദോം രാജാവ് അബ്രാമിനോട്, ആളുകളെ എനിക്ക് തരിക, സമ്പത്ത് നീ എടുത്തുകൊള്ളുക എന്ന് പറഞ്ഞു. അതിന് അബ്രാം സൊദോം രാജാവിനോട് പറഞ്ഞത്, ഞാൻ അബ്രാമിനെ സമ്പന്നനാക്കിയെന്ന് നീ പറയാതിരിപ്പാൻ ഞാൻ ഒരു ചരടാകട്ടെ ചെരുപ്പ് വാറാകട്ടെ നിനക്കുള്ളതിൽ യാതൊന്നുമാകട്ടെ എടുക്കുകയില്ല എന്ന് ഞാൻ സ്വർഗത്തിനും ഭൂമിക്കും നാഥനായി അത്യുന്നത ദൈവമായ യഹോവയിലേക്ക് കൈയുയർത്തി സത്യം ചെയ്യുന്നു. ബാല്യക്കാർ ഭക്ഷിച്ചതും എന്നോടുകൂടെ വന്ന ആനേർ, എഷ്കോൽ, മമ്രേ എന്നീ പുരുഷന്മാരുടെ ഓഹരിയും മാത്രമേ വേണ്ടൂ. ഇവർ തങ്ങളുടെ ഓഹരി എടുത്തുകൊള്ളട്ടെ. ഇവിടെ ഒന്നാം പാഠം വായിച്ച് അവസാനിച്ചിരിക്കുന്നു. ദൈവമേ, അങ്ങേക്ക് സ്തോത്രമുണ്ടാകട്ടെ. ഇന്നത്തേക്ക് നിശ്ചയിച്ചിരിക്കുന്ന സങ്കീർത്തനം നമുക്ക് വായിച്ചു കേൾക്കാം. 104-ാം സങ്കീർത്തനം 14 മുതൽ 30 വരെ. അവൻ മൃഗങ്ങൾക്ക് പുല്ലും മനുഷ്യന്റെ ഉപയോഗത്തിനായി സസ്യവും മുളപ്പിക്കുന്നു. അവൻ ഭൂമിയിൽ നിന്ന് ആഹാരവും മനുഷ്യന്റെ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്ന വീഞ്ഞും അവന്റെ മുഖത്തെ മിനുക്കുവാൻ എണ്ണയും മനുഷ്യന്റെ ഹൃദയത്തെ ബലപ്പെടുത്തുന്ന അപ്പവും ഉത്ഭവിപ്പിക്കുന്നു. യഹോവ വൃക്ഷങ്ങൾക്കു തൃപ്തി വരുത്തുന്നു. അവൻ നട്ടിട്ടുള്ള ലെബാനോനിലെ ദേവദാരുക്കൾക്ക് തന്നെ അവിടെ പക്ഷികൾ കൂടുണ്ടാക്കുന്നു. പെരിഞ്ഞാറയ്ക്ക് സർലവൃക്ഷങ്ങൾ പാർപ്പിടമാകുന്നു. ഉയർന്ന മലകൾ കാട്ടാടുകൾക്കും പാതകൾ കുഴിമുയലുകൾക്കും സങ്കേതമാകുന്നു. അവൻ കാൽ നിർണയത്തിനായി ചന്ദ്രനെ നിയമിച്ചു. സൂര്യൻ തന്റെ അസ്തമയത്തെ അറിയുന്നു. നീ ഇരുട്ട് വരുത്തുന്നു, രാത്രി ഉണ്ടാവുന്നു. അപ്പോൾ കാട്ടുമൃഗങ്ങളൊക്കെയും സഞ്ചാരം തുടങ്ങുന്നു. ബാലസിംഹങ്ങൾ ഇരയ്ക്കായി അലറുന്നു. അവ ദൈവത്തോട്
തങ്ങളുടെ ആഹാരം ചോദിക്കുന്നു. സൂര്യൻ ഉദിക്കുമ്പോൾ അവ മടങ്ങുന്നു, തങ്ങളുടെ ഗുഹയിൽ ചെന്ന് കിടക്കുന്നു. മനുഷ്യൻ തന്റെ പണിക്ക് പുറപ്പെടുന്നു, സന്ധ്യ വരെയുള്ള തന്റെ വേലയ്ക്കായി തന്നെ. യഹോവ, നിന്റെ പ്രവൃത്തികൾ എത്ര പെരുകിയിരിക്കുന്നു! ജ്ഞാനത്തോടെ നീ അവയെ ഒക്കെയും ഉണ്ടാക്കിയിരിക്കുന്നു. ഭൂമി നിന്റെ തീയിൽ നിറഞ്ഞിരിക്കുന്നു. വലിപ്പവും വിസ്താരമുള്ള സമുദ്രം അതാ കിടക്കുന്നു. അതിൽ സഞ്ചരിക്കുന്ന ചെറുതും വലുതുമായ അസംഖ്യം ജന്തുക്കളുണ്ട്. അതിൽ കപ്പലുകൾ ഓടുന്നു. അതിൽ കളിക്കുവാൻ നീ ഉണ്ടാക്കിയ ദിവ്യാതാനുണ്ട്. തക്ക സമയത്ത് തീൻ കിട്ടേണ്ടതിന് ഇവ ഒക്കെയും നിന്നെ കാത്തിരിക്കുന്നു. നീ കൊടുക്കുന്നതിന് അവ പെറുക്കുന്നു. തൃക്കൈ തുറക്കുമ്പോൾ അവയൊക്കെയും നന്മ കൊണ്ട് തൃപ്തി വരുത്തുന്നു. തിരുമുഖത്തെ മറയ്ക്കുമ്പോൾ അവ ദ്രവിച്ചു പോകുന്നു. നീ അവയുടെ ശ്വാസം എടുക്കുമ്പോൾ അവ പൊടിയിലേക്ക് തിരികെ ചേരുന്നു. നീ നിന്റെ ശ്വാസം അയക്കുമ്പോൾ അവ സൃഷ്ടിക്കപ്പെടുന്നു. നീ ഭൂമിയുടെ മുഖത്തെ പുതക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വമുണ്ടാകട്ടെ. ഇപ്പോൾ രണ്ടാം പാഠം വായിച്ചു കേൾക്കാം. രണ്ടാം വേദഭാഗം 1 കൊരിന്ത്യർ 10 15 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ. 1 കൊരിന്ത്യർ 10 15 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ. നിങ്ങൾ വിവേകികൾ എന്ന് വെച്ച് ഞാൻ പറയുന്നത് വിവേചിപ്പിൻ. നാം അനുഗ്രഹിക്കുന്ന അനുഗ്രഹപാത്രം ക്രിസ്തുവിന്റെ രക്തത്തിന്റെ കൂട്ടായ്മ അല്ലയോ? നാം നുറുക്കുന്ന അപ്പം ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ കൂട്ടായ്മ അല്ലയോ? അപ്പം ഒന്നാകൊണ്ട് പലരായ നാം ഒരു ശരീരമാകുന്നു. നാം എല്ലാവരും ആ ഒരേ അപ്പത്തിൽ അംശികൾ ആകുന്നുവല്ലോ. ഇവിടെ ഇന്നത്തേക്ക് നിശ്ചയിച്ചുള്ള വേദഭാഗം വായിച്ച് അവസാനിച്ചു. ദൈവമേ, അങ്ങേക്ക് സ്തോത്രം ഉണ്ടാകട്ടെ. സഭയുടെ പാട്ട് നമുക്ക് വാക്യപ്രതിവാക്യമായിട്ട് വായിക്കാം. സഭയുടെ പാട്ട്. ദൈവമേ, നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു. കർത്താവ് നീയാകുന്നു എന്ന് ഞങ്ങൾ അനുസരിച്ചുകൊള്ളുന്നു. സകല ദൈവദൂതന്മാരും പരമണ്ഡലങ്ങളും അവയിലുള്ള സകല അധികാരങ്ങളും നിന്നെ നോക്കി ആർക്കുന്നു. ആകാശവും ഭൂമിയും നിന്റെ പ്രഭാവമഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നുവെന്ന് അപ്പോസ്തലന്മാരുടെ പ്രഭാവ സമൂഹം നിന്നെ സ്തുതിക്കുന്നു. രക്തസാക്ഷിക്കാരുടെ ശ്രേഷ്ഠ സൈന്യം നിന്നെ സ്തുതിക്കുന്നു. നിന്റെ വന്ദിതനായ സത്യപുത്രനെയും ആശ്വാസപ്രദനായ പരിശുദ്ധാത്മാവിനെയും ലോകത്തിലെല്ലാവരും ഉള്ള വിശുദ്ധ സഭ അനുസരിച്ചുകൊള്ളുന്നു. മനുഷ്യരെ രക്ഷിപ്പാൻ നീ ഫലമേറ്റപ്പോൾ കന്യകയുടെ ഗർഭത്തെ വെറുത്തില്ല. നീ ദൈവത്തിന്റെ വലത്തുഭാഗത്ത് പിതാവിന്റെ പ്രഭാവത്തോടെ ഇരിക്കുന്നു. നിലവിലേറിയ രക്തമുണ്ട്. നീ വേണ്ടവരായ നിന്റെ അടിയാർക്ക് സഹായിക്കണമെന്ന് ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. കർത്താവേ, നിന്റെ ജനങ്ങളെ രക്ഷിച്ച് നിന്റെ അവകാശത്തെ അനുഗ്രഹിക്കണമേ. നിന്റെ നാമത്തെ കാലാവസാനം കൂടാതെ എന്ന് ഞങ്ങൾ വന്ദിക്കുകയും ചെയ്യുന്നു. കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. ഞങ്ങളോട് കരുണയുണ്ടാകണമേ. കർത്താവേ, ഞാൻ നിന്നിൽ ആശ്രയിച്ചിരിക്കുന്നു. ഞാൻ ഒരിക്കലും ലക്ഷ്യപ്പെടരുതേ. ഇന്നേ ദിവസം വായിക്കുവാനായി നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന വിശുദ്ധ സുവിശേഷം സുവിശേഷകനായ മർക്കോസ് എഴുതിയ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ വിശുദ്ധ സുവിശേഷം 14 അധ്യായം 12 മുതൽ 26 വരെ രേഖപ്പെടുത്തിയിരിക്കുന്ന തിരുവചനം.
മർക്കോസ് സുവിശേഷം 14-ാം അധ്യായം 12 മുതൽ 26 വരെ എഴുതപ്പെട്ടിരിക്കുന്ന തിരുവചന സത്യം ശ്രദ്ധിക്കും. പെസഹ കുഞ്ഞാടിനെ അറുക്കുന്നതായ പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ 1-ാം നാളിൽ ശിഷ്യന്മാർ യേശുവിനോട്, നീ പെസഹ കഴിപ്പാൻ ഞങ്ങൾ എവിടെ ഒരുക്കണം എന്ന് ചോദിച്ചു. യേശു ശിഷ്യന്മാരിൽ 2 പേരെ അയച്ചു. നഗരത്തിൽ ചെല്ലുവിൻ, അവിടെ ഒരു കുടം വെള്ളം ചുമന്നുകൊണ്ട് ഒരു മനുഷ്യൻ നിങ്ങളെ എതിർപ്പെടും. അവന്റെ പിന്നാലെ ചെന്ന് അവൻ കടക്കുന്നിടത്ത് ആ വീട്ടുടയവനോട്, ഞാൻ എന്റെ ശിഷ്യന്മാരുമായി പെസഹ കഴിപ്പാനുള്ള ശാല എവിടെ എന്ന് ഗുരു ചോദിക്കുന്നു എന്ന് പറയുവേ. അവൻ വിരിച്ചൊരുക്കിയ ഒരു വൻമാളിക കാണിച്ചു തരും, അവിടെ നമുക്ക് ഒരുക്കുവിൻ എന്ന് പറഞ്ഞു. ശിഷ്യന്മാർ പുറപ്പെട്ട് നഗരത്തിൽ ചെന്ന് യേശു തങ്ങളോട് പറഞ്ഞതുപോലെ കണ്ട് പെസഹ ഒരുക്കി. സന്ധ്യയായപ്പോൾ യേശു പന്തിരുവരോട് കൂടെ വന്നു. അവർ ഇരുന്ന് ഭക്ഷിക്കുമ്പോൾ യേശു, നിങ്ങളിൽ ഒരുവൻ എന്നോടുകൂടെ ഭക്ഷിക്കുന്നവൻ തന്നെ എന്നെ കാണിച്ചു കൊടുക്കും എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. അവർ ദുഃഖിച്ചു. ഓരോരുത്തൻ ഞാനോ ഞാനോ എന്ന് അവരോട് ചോദിച്ചു തുടങ്ങി. യേശു അവരോട്, പന്തിരുവരിൽ ഒരുവൻ എന്നോടുകൂടെ താഴത്തിൽ കൈമുക്കുന്നവൻ തന്നെ. മനുഷ്യപുത്രൻ പോകുന്നത് തന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നത് പോലെ തന്നെ സത്യം. മനുഷ്യപുത്രനെ കാണിച്ചു കൊടുക്കുന്ന മനുഷ്യനോ അയ്യോ കഷ്ടം. ആ മനുഷ്യൻ ജനിക്കാതിരുന്നുവെങ്കിൽ അവന് കൊള്ളായിരുന്നു എന്ന് പറഞ്ഞു. അവർ ഭക്ഷിക്കുമ്പോൾ യേശു അപ്പം എടുത്ത് വാഴ്ത്തി നുറുക്കി അവർക്ക് കൊടുത്തു. വാങ്ങുവേ, ഇതെന്റെ ശരീരം എന്ന് പറഞ്ഞു. പിന്നെ പാനപാത്രം എടുത്ത് സ്തോത്രം ചൊല്ലി അവർക്ക് കൊടുത്തു. എല്ലാവരും അതിൽ നിന്ന് കുടിച്ചു. ഇത് അനേകർക്ക് വേണ്ടി ചെറിയുന്നതായി നിയമത്തിലുള്ള എന്റെ രക്തം. മുന്തിരിവള്ളിയുടെ അനുഭവം ദൈവരാജ്യത്തിൽ പുതുതായി അനുഭവിക്കുന്ന ആളുകളെ, ഞാനത് ഇനി അനുഭവിക്കുകയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് അവരോട് പറഞ്ഞു. പിന്നെ അവർ സ്തോത്രം പാടിയ ശേഷം ഒലിവുമലയിലേക്ക് പോയി. നിങ്ങൾ കേട്ടത് ക്രിസ്തുയേശുവിന്റെ വിശുദ്ധ സുവിശേഷം. ക്രിസ്തുവിനെ അങ്ങേക്ക് സ്തുതിയുണ്ടായിരിക്കട്ടെ. ഇന്നത്തെ തിരുവചന ധ്യാനത്തിന് നേതൃത്വം നൽകുന്നത് മൈസൂർ ഹോളി ട്രിനിറ്റി ദേവാലയത്തിലെ ശുശ്രൂഷകനായിരിക്കുന്ന ഏറ്റവും ബഹുമാനമുള്ള ജോബിൻ പി ജോയി അച്ഛനാണ്. അച്ഛനെ ഏറ്റവും സ്നേഹത്തോടുകൂടെ നമ്മുടെ സഭയുടെ നാമത്തെ അർത്ഥവുമായി സ്വാഗതം ചെയ്യുന്നു. ക്രിസ്തീയ ഗീതം 287 നമുക്ക് ചേർന്ന് പാടാം. ഇതിനുശേഷം അച്ഛൻ നമുക്ക് തിരുവചന സന്ദേശം നൽകുന്നതാണ്. ക്രിസ്തീയ ഗീതം 287. ശക്തി നാളതിൽ നിഞ്ജനം മനപൂർവദാനങ്ങളാം അരുണോദയമതിബുധരത്തിൽ നിന്നു ജനിച്ചിടുമഹോ ദൈവം കർത്താതന്നോട് മൊഴിഞ്ഞിതു നീ
നമുക്ക് തലകളെ വണക്കി പ്രാർത്ഥിക്കാം. ഞങ്ങളെ അനന്തമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമേ, വാഴ്ത്തപ്പെട്ട ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹ സമ്പൂർണമായിരിക്കുന്ന വിശുദ്ധ ദിവസത്തിന്റെ പുതിയ പ്രഭാതത്തിനായിട്ട് നന്ദിയോടുകൂടി സ്തുതിക്കുന്ന കർത്താവേ, ഒരിക്കൽ കൂടി അങ്ങേ ആത്മാവിലെ സത്യത്തിലും ആരാധിപ്പാൻ തക്കവണ്ണം വലിയവനായിരിക്കും ദൈവം ഒരുക്കിയ ഭാഗ്യത്തിനായിട്ട് പദവികൾക്കായി സ്തുതിക്കുന്ന കർത്താവേ, അല്പസമയം ഞങ്ങളവിടുത്തെ ജീവനും ചൈതന്യമുള്ള അവിടുത്തെ മാറ്റമില്ലാത്ത വചനത്തിന് കീഴിലായിരിക്കട്ടെ. വചനം ഏതാത്മാവിനാൽ എഴുതപ്പെട്ടോ അതേ ആത്മാവിനാൽ വചനത്തിന്റെ ആഴമേറെ മർമ്മങ്ങളെ ഗ്രഹിപ്പാൻ തക്കവണ്ണം വലിയവനായിരിക്കും ദൈവം ഞങ്ങളെ സഹായിക്കണം. അവിടുത്തെ കൃപയെ ഞങ്ങളെ പൊതുവെ പ്രാർത്ഥിക്കുന്നു. വചന കേൾവിക്കായിട്ട് ഞങ്ങളെ ഒരുക്കി പ്രാർത്ഥിക്കുന്നു. സകലമാനോ മഹത്വം എടുക്കണം യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ, ആമേൻ. ദൈവത്തിന്റെ അതിപരിശുദ്ധമായിരിക്കുന്ന നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ വിശുദ്ധ ദിവസത്തിന്റെ മനോഹരമായിരിക്കുന്ന പ്രഭാതത്തെങ്കിൽ വടക്കാഞ്ചേരി നെന്മാറ പാസ്റ്റേറ്റിലെ ഇടവക അംഗങ്ങളോട് ഒരുമിച്ച് ദൈവത്തെ സ്തുതിപ്പാനും ദൈവവചനം പങ്കുവയ്ക്കുവാനും വലിയവനായിരിക്കും ദൈവം ഒരുക്കിയ ഭാഗ്യത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രകാരം എനിക്ക് അവസരം നൽകിയ ഏറ്റവും സ്നേഹാദരനായിരിക്കുന്ന സുജിത്തച്ഛനോടും ഇടവ കമ്മിറ്റിയോടും ഇടവകയിലെ എല്ലാ കുടുംബങ്ങളോടുമുള്ള നിസ്സീമമായിരിക്കുന്ന നന്ദിയും കടപ്പാടും ദൈവനാമത്തിന് അറിയിക്കുകയും ചെയ്യും. ദൈവവചന കേൾവിക്കായിട്ട് നമുക്ക് നമ്മെ തന്നെ ഒരുക്കുകയും ചെയ്യും. ഇന്ന് സഭയായിട്ട് ധ്യാനത്തിനായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്ന വിഷയം വിശുദ്ധ സംസർഗം എന്ന കൂദാശയെ കുറിച്ച്. ക്രിസ്തു സ്ഥാപിതമായ കൂദാശകളിൽ ഒന്നായ തിരുവത്താഴത്തെ കുറിച്ചാണ് നാം ഇന്ന് സഭയായിട്ട് ഒരുമിച്ച് ചിന്തിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്നത്. അകമേ നാം പ്രാപിക്കുന്ന കൃപയുടെ പുറമേയുള്ള അടയാളമാണ് സാക്രമെന്റ് എന്ന് വിളിക്കുന്നു. ദക്ഷിണേന്ത്യ സഭയെ സംബന്ധിച്ച് 2 സാക്രമെന്റുകളാണ് ഉള്ളത്. ഒന്ന് ബപ്തിസ്മ, 2 തിരുവത്താഴം എന്ന് പറയുന്ന കൂദാശ. ഇങ്ങനെ 2 കൂദാശകളാണ് നാം സഭയായിട്ട് അംഗീകരിച്ചിരിക്കുന്നത്. റോമൻ പടയാളികൾ സേവനത്തിന് തയ്യാറാകുമ്പോൾ രാജ്യത്തോട് കൂറ് പ്രഖ്യാപിക്കുന്ന പ്രതിജ്ഞയെ സാക്രമെന്റം എന്ന് വിളിച്ചു. സഭ ഈ പദം സ്വീകരിക്കുന്നത് ദൈവത്തോടുള്ള കൂറ് പ്രഖ്യാപിക്കുക എന്ന വലിയ ഒരു ലക്ഷ്യത്തോടു കൂടെയാണ്. വിശുദ്ധ സംസർഗത്തെ കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ തിരുവത്താഴത്തിന്റെ ഭൂത, വർത്തമാന, ഭാവി കാലങ്ങളൊക്കെ ഇതിൽ സമന്വയിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. തിരുവത്താഴത്തിൽ ഞാനും നിങ്ങളുമൊക്കെ പങ്കാളികളായി തീരുമ്പോൾ യേശുവിന്റെ ബലിമരണത്തെയും പുനരുദ്ധാനത്തെയും ഓർക്കുന്നു. അങ്ങനെ ഒരു ഓർമ്മ പുതുക്കലായിട്ട് നാം ഈ കൂദാശ കൊണ്ടാടുകയാണ്. ക്രിസ്തുവിനാൽ സ്ഥാപിതമായതും ക്രിസ്തുവിന്റെ ഓർമ്മയ്ക്കായിട്ട് അനുഷ്ഠിക്കപ്പെടുവാൻ കൽപ്പിതവുമായിരിക്കുന്ന ഒരു കൂദാശയാണ് വിശുദ്ധ തിരുവത്താഴം. അപ്പോൾ ക്രിസ്തീയ ആരാധനയുടെ മുഖ്യ കർമ്മവും തിരുവത്താഴമാണ് എന്നത് മറന്നു പോകരുത്. തിരുവത്താഴ ശുശ്രൂഷയിൽ നാം ഉപയോഗിക്കുന്ന അപ്പവും വീഞ്ഞും വർത്തമാനകാലത്തിന്റെ പ്രതീകങ്ങളാണ്. മാത്രമല്ല, ഓരോ പ്രാവശ്യവും ഈ തിരുവത്താഴത്തിന്റെ കൂട്ടായ്മയിൽ പങ്കെടുപ്പോഴും കർത്താവിന്റെ രണ്ടാമത്തിന്റെ വരവെങ്കിൽ സകല വിശുദ്ധന്മാരോടും കൊടുക്കുന്ന ഗംഭീര വിരുന്നിനെയാണ് അത് പ്രത്യാശിക്കുന്നുണ്ട് എന്നത് മറന്നുപോകുവാൻ പാടില്ല. മാനവകുലത്തിന് നവീനമായിരിക്കുന്ന ചൈതന്യം നൽകിക്കൊണ്ട് നിറവേറിയ ഒരു ചരിത്ര സംഭവത്തിന്റെ നാടകീയമായിരിക്കുന്ന
അവതരണമാണ് ഈ പെസഹ പെരുന്നാളിൽ കൊണ്ടാടുന്നത്. അപ്പോൾ ഈ വലിയ കുദാശ ഞാനും നിങ്ങളും ആചരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരു ഓർമ്മയുടെ പുതുക്കലുകൾ സംഭവിക്കുകയാണ്. കർത്താവ് നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ച് അവൻ മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റു എന്നുള്ളതിന്റെ വലിയ ഒരു പ്രത്യാശ നമുക്ക് ഈ ശുശ്രൂഷയിൽ ഉടനീളം കാണുവാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ തിരുവത്താഴത്തിലൂടെ നാം കർത്താവിലും കർത്താവ് നമ്മിലേക്ക് വസിക്കുന്ന ഒരനുഭവം അവിടെ ഉണ്ടാകുകയാണ്. യേശു കർത്താവുമായിട്ടുള്ള ഏകത്വം അതിലൂടെ ലഭ്യമായിട്ട് തീരുകയാണ് ഓരോ വിശ്വാസിക്കും. അപ്പോൾ സഭയുടെ ആരംഭകാലം മുതൽ ഇന്നുവരെയും ക്രിസ്തീയ സമൂഹങ്ങൾ കർത്താവിന്റെ അത്താഴത്തെ ആചരിച്ചു വരുന്നു. അതുകൊണ്ട് ഈ തിരുവത്താഴം എന്ന് പറയുന്ന കുദാശ ഒരു വിശ്വാസിയുടെ ജീവിതവുമായിട്ട് അഭേദ്യമായിരിക്കുന്ന ബന്ധം പുലർത്തുന്നു. തിരുവത്താഴത്തെ കുറിച്ച് എളിയ രണ്ട് ചിന്തകളാണ് ഈ പ്രഭാതത്തിൽ നിങ്ങളോട് പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നത്. ഒന്ന്, തിരുവത്താഴം സ്നേഹത്തിന്റെ ഓർമ്മ പുതുക്കലാണ്. തിരുവത്താഴം സ്നേഹത്തിന്റെ ഓർമ്മ പുതുക്കലാണ്. തിരുവത്താഴം എന്ന് പറയുന്നത് ഒരു സ്നേഹത്തിന്റെ കൂദാശയാണ്. സൃഷ്ടികളുടെ മകുടമായിരിക്കുന്ന മനുഷ്യൻ, അവന്റെ അധപ്പതനത്തിൽ ദുഃഖിതനായിരിക്കുന്ന ദൈവം തന്റെ രക്ഷാകരണ ധർമ്മങ്ങളിലൂടെ നമ്മെ രക്ഷിക്കുവാനായിട്ട് തയ്യാറായി. ആ രക്ഷണീയ കൃത്യമാണ് നാം കുരിശിലെ ത്യാഗപൂർണമായ അർപ്പണത്തിലും അതിന്റെ മുന്നോടിയായി സ്വയം നമുക്ക് നൽകിയ രക്തരഹിതമായിരിക്കുന്ന ബലിയർപ്പണമായിരിക്കുന്ന തിരുവത്താഴത്തിലൂടെ നാം കാണുന്നത്. ക്രൈസ്തവ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ആണിക്കല്ലാണ് തിരുവത്താഴത്തെ ശുശ്രൂഷ എന്ന് പറയുന്നത്. ഒരു വിശ്വാസ ജീവിതത്തിൽ ഒരു വിശ്വാസി അവന്റെ ആധ്യാത്മിക ജീവിതത്തിൽ അഭിവൃദ്ധി പ്രാപിക്കുവാനും ആ ജീവൻ നിലനിർത്തുവാനും തിരുമേശയിലെ കൂട്ടായ്മയിലൂടെയാണ് അവനത് സാധ്യമായി തീരുന്നത്. വിശക്കുന്നവന് അപ്പമായി തീർന്ന യേശുവിനെയാണ് നാം തിരുവത്താഴത്തിൽ ദർശിക്കുന്നത്. ഭൗതിക ജീവൻ നിലനിർത്തുവാൻ ഭക്ഷണപാനീയങ്ങൾ ആവശ്യമായിരിക്കുന്നത് പോലെ നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിന്റെ വളർച്ച പ്രാപിപ്പാൻ, ആധ്യാത്മിക ജീവൻ നിലനിർത്തുവാൻ ആത്മീയ ഭക്ഷണപാനീയങ്ങളും അത്യന്താപേക്ഷിതമാണ് എന്നത് മറന്നുപോകുവാൻ പാടില്ല. സ്വജീവനെ നമുക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത യേശുവിന്റെ ആ വലിയ സ്നേഹത്തിന്റെ ഓർമ്മയുടെ വലിയൊരു പുതുക്കലാണ് ഓരോ തിരുവത്താഴ ശുശ്രൂഷയിലും നാം അനുഭവിച്ചറിയുന്നത്. നാം ഇന്ന് കർത്താവിന്റെ തിരുമേശയിലേക്ക് അരികിലേക്ക് അടുത്തു വരുമ്പോൾ നമുക്ക് വേണ്ടി 2000 വർഷങ്ങൾക്ക് വേണ്ടി കാൽവരിയുടെ വിലാപ്പുറത്ത് വലിയവനായിരിക്കും ദൈവം തന്റെ ശരീരത്തെ ഏൽപ്പിച്ചു കൊടുത്ത വലിയ ഒരു ഓർമ്മയുടെ ഒരു പുതുക്കം, ആ വലിയ സ്നേഹത്തെ നാം മറന്നുപോകുവാനായിട്ട് പാടില്ല. ആ സ്നേഹത്തെ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുവാനായിട്ടുള്ള അവസരം. ദൈവത്തിന് മനുഷ്യനോടുള്ള അതുല്യമായിരിക്കുന്ന സ്നേഹത്തിന്റെ വലിയ ഉന്നത ഭാവമാണ് യേശു ക്രിസ്തുവിന്റെ കാൽവരിയുടെ ക്രൂശിലൂടെ നാം ദർശിക്കുന്നത്. തന്റെ ശത്രുക്കൾക്ക് പോലും സ്വന്തം ജീവൻ നൽകിയതിലൂടെ ദൈവത്തിന്റെ സ്നേഹമെന്ന് പറയുന്നത് അത് അനുഭവമാണ് എന്ന് വെളിപ്പെട്ട് വരികയാണ് ചെയ്യുന്നത്. നാം ഇന്ന് വായിച്ചു കേട്ട
വിശുദ്ധ മർക്കോസ് സുവിശേഷം 14-ാം അധ്യായം അതിന്റെ 12 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്കവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. അവൻ അപ്പമെടുത്ത് വാഴ്ത്തി നുറുക്കി അവർക്ക് കൊടുത്തു, വാങ്ങുവിൻ, ഇതെന്റെ ശരീരം എന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ താൻ ഏൽപ്പിച്ചു കൊടുക്കുന്ന കർത്താവ് യേശുക്രിസ്തുവിന്റെ മരണത്തെ കുറിച്ചുള്ള വെറും ഒരു ഓർമ്മയല്ല, ചൈതന്യവത്തായിരിക്കുന്ന ഒരു ഓർമ്മയാണ് തിരുവത്താഴ ശുശ്രൂഷയിലൂടെ സാധ്യമായി തീർന്നത്. യേശുക്രിസ്തു എനിക്ക് വേണ്ടിയാണ്, എന്റെ പാപങ്ങൾക്ക് വേണ്ടിയാണ് അവൻ തന്റെ ജീവനെ കാൽവരി ക്രൂശിൽ ഏൽപ്പിച്ചു കൊടുത്തത് എന്നത് ഓരോ വിശുദ്ധ മേശയുടെ കൂട്ടായ്മയിൽ പങ്കാളികളായി തീരുമ്പോൾ നാം ഓർക്കേണ്ടതായിട്ടുണ്ട്. എബ്രായ ചിന്തയനുസരിച്ച് ഓർമ്മ എന്ന് പറയുന്നത് കഴിഞ്ഞുപോയ ഒരു സംഭവത്തിന്റെ സ്മരണ മാത്രമല്ല, കഴിഞ്ഞുപോയിരിക്കുന്ന സംഭവങ്ങളും അവയുടെ പ്രത്യാഘാതങ്ങളും അവയുടെ സർവ ചേതനയോടും കൂടി ഇത് യാഥാർത്ഥ്യമായി തീരുന്നതാണ് എബ്രായ ചിന്തയനുസരിച്ച് ഓർമ്മ എന്ന് പറയുന്നത്. നമ്മുടെ പ്രവർത്തികളിലൂടെ മറ്റു മനുഷ്യരിലേക്കും പ്രപഞ്ചത്തിലെ ഓരോ പരമാണുവിലേക്കുമുള്ള ഈ വലിയ ക്രിസ്തുവിന്റെ സ്നേഹം ഒഴുകേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ടാണ് തിരുവത്താഴം എന്ന് പറയുന്നത് സ്നേഹത്തിന്റെ ഓർമ്മ പുതുക്കലാണ് എന്നത് ഓർമ്മപ്പെടുത്തിയത്. പലപ്പോഴും നാം ക്രിസ്തുവിന്റെ മരണത്തെ ഒരു സ്മാരകമായിട്ട് പരിമിതപ്പെടുത്തിയിട്ടില്ലേ? അതിലൂടെ നമുക്ക് തിരുവത്താഴ ശുശ്രൂഷയോട് പോലും നീതി പുലർത്തുവാൻ നമുക്ക് സാധിക്കുന്നില്ല. നമുക്ക് നമ്മെ തന്നെ തിരുവത്താഴ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരുക്കപ്പെട്ടു വരുമ്പോൾ ദൈവസന്നിധിയിലേക്ക് നമ്മെ തന്നെ സമ്പൂർണമായിട്ട് ഏൽപ്പിച്ചു കൊടുക്കുവാനായിട്ട് തന്നെ താൻ ശോധന ചെയ്തിട്ട് ദൈവസന്നിധിയിൽ നിന്ന് ഈ വിശുദ്ധ മർമ്മങ്ങളെ കൈക്കൊള്ളുവാൻ നമുക്ക് സാധിക്കണം. സ്നേഹത്തിന്റെ ഓർമ്മയുടെ ഒരു പുതുക്കലാണ്. അതുകൊണ്ട് ഈ തിരുവത്താഴ ശുശ്രൂഷയിൽ നിഴലിച്ചു നിൽക്കുന്ന ഒരു സത്യം അവന്റെ മരണത്തെ കുറിച്ചുള്ള നിരന്തരമായിരിക്കുന്ന ഒരോർമ്മയാണ്. ഈ ഓർമ്മ പുതുക്കുന്നതിലൂടെയാണ് നാം ക്രിസ്തുവിന്റെ മാറ്റമില്ലാത്ത സ്നേഹത്തെ തിരിച്ചറിയുന്നത്. ആ സ്നേഹം ജീവിതത്തിൽ തിരിച്ചറിയുവാനായിട്ട് വിളിക്കപ്പെട്ടിരിക്കുന്നവരാണ് ഞാൻ നിങ്ങളുടെ മെന്ന് മറന്നു പോകരുത്. ക്രിസ്തുവിലൂടെ നമുക്ക് ലഭ്യമായി തോന്നുന്നു ആ സ്നേഹത്തെ മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുവാൻ ദൈവമക്കളായിരിക്കുന്ന എനിക്ക് നിങ്ങൾക്ക് സാധിക്കണം. ഓരോ തിരുവത്താഴ ശുശ്രൂഷയിലും ആ ദൈവസ്നേഹത്തിന്റെ ഓർമ്മകളെ പുതുക്കുവാൻ നമുക്ക് സാധിക്കണം. എത്ര അധികമായിട്ട് എന്റെ യേശു എന്നെ സ്നേഹിച്ചു, ആ സ്നേഹം മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുവാൻ നമുക്ക് സാധിക്കണം. 2, തിരുവത്താഴം ഒന്നാകാനുള്ള വിളിയാണ്. തിരുവത്താഴം ഒന്നാകുവാനുള്ള വിളിയാണ് എന്നതാണ് രണ്ടാമത്തെ ചിന്ത. കർത്താവിന്റെ അത്താഴത്തിൽ ക്രിസ്തുവിന്റെ ഏക ശരീരത്തിലെ പങ്കാളിത്തം അതിൽ പങ്കെടുക്കുന്ന എല്ലാവരും അനുഭവിക്കുകയാണ് ചെയ്യുന്നത്. അതിൽ യഹൂദനെന്നോ യവനനെന്നോ എന്നില്ല, ദാസനെന്നും സ്വതന്ത്രനെന്നും ഇല്ല, ആണെന്നില്ല, പെണ്ണെന്നില്ല, നിങ്ങളെല്ലാവരും ക്രിസ്തുയേശുവിൽ ഒന്നത്രേ. ഗലാത്യ ലേഖനം 3-ാം അധ്യായം അതിന്റെ 28-ാമത്തെ വാക്യം. ക്രിസ്തുവിന്റെ ശരീരമാകുന്ന ആത്മീയ ഭക്ഷണം സമൂഹത്തിൽ നിന്ന് മാറിയുള്ള ഒരു ജീവിതത്തിലേക്കല്ല ഒരു വിശ്വാസിയെ നയിക്കുന്നത്. കൂട്ടായ്മയുടെ സുഹൃത്ത് ബന്ധത്തിന്റെ അടയാളമായിട്ടാണ് ഇതിനെ സൂചിപ്പിക്കുന്നത്. യേശു ക്രിസ്തുവും മനുഷ്യനും തമ്മിലുള്ള കൂട്ടായ്മയുടെ
ബന്ധത്തിന്റെയും അടയാളമാണ് വിശുദ്ധ തിരുവത്താഴ ശുശ്രൂഷയുടെ മേശ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നാം തിരുവത്താഴ ശുശ്രൂഷയിൽ ഉപയോഗിക്കുന്ന ഒരു ക്രമത്തിൽ ഉപയോഗിക്കുന്ന ഒരു സാധനമുണ്ട്. ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരമാണ്. അപ്പം ഒന്നാകൊണ്ട് പലരായ നാം എല്ലാവരും ഈ ഒരേ അപ്പത്തിൽ അംശികളായിട്ട് തീരുകയാണ്. അപ്പോൾ ഈ ഐക്യം എന്ന് പറയുന്നത് ജീവിതത്തിന്റെ എല്ലാ തലങ്ങളിലും ദൃശ്യമാകേണ്ടുന്ന ഐക്യത്തെ കുറിച്ച് കർത്താവ് അവിടെ ഓർമ്മപ്പെടുത്തുന്നത്. പരസ്പരമുള്ള ബന്ധത്തിന് ഏതെങ്കിലും തകരാറുകൾ ഉണ്ടായെങ്കിൽ തിരുമേശയോട് അടുത്തു വരുന്നതിന് മുമ്പ് അവയെ നേരെയാക്കുവാൻ എല്ലാ വിശ്വാസികളും ശ്രമിക്കണം. ക്രിസ്തുവിന്റെ ശരീരരക്തങ്ങൾ സ്വീകരിക്കുന്നത് വഴി നാം അവിടുത്തെ ശരീരത്തിന്റെ ഭാഗമായി തീരുകയാണ്. അതുകൊണ്ട് പൗലോസ് പറയുന്നത് നാം എല്ലാവരും ഒരു ശരീരത്തിലെ അവയവങ്ങൾ ആണ് എന്നതാണ്. ശരീരത്തിലെ ഏതെങ്കിലും അവയവത്തിന്റെ വേദന ശരീരത്തിന്റെ മുഴുവനും വേദനയാണ്. ഒരു അവയവം വേദനിക്കുമ്പോൾ മറ്റ് അവയവങ്ങൾക്കും വേദന അനുഭവപ്പെടുത്തില്ല എങ്കിൽ അവിടെ ബന്ധമില്ല, അവിടെ സ്നേഹമില്ല, കൂട്ടായ്മയുടെ പങ്കാളിത്തവും അവിടെ നമുക്ക് ദർശിക്കുവാൻ സാധിക്കുന്നില്ല. എന്റെ സഹോദരന്റെയും എന്റെ സഹോദരിയുടെയോ വേദന എന്റെ വേദനയായിട്ട് മാറണം. അവരുടെ കഷ്ടപ്പാട് എന്റെ കഷ്ടപ്പാട് ആകണം. എങ്കിൽ മാത്രമേ അവിടെ സ്നേഹവും ബന്ധവും ഒക്കെ ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് തിരുവത്താഴ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോ വ്യക്തിയും അത് സ്വയമായിട്ട് ഒന്ന് ശോധന ചെയ്യുവാൻ അനുതാപത്തിന്റെ സമയമാക്കി മാറ്റേണ്ടതായിട്ടുണ്ട്. കർത്താവിന്റെ ശരീരങ്ങളിൽ പങ്കാളികളായി തീരുകയും അന്യോന്യം നമുക്ക് സ്നേഹിക്കുവാൻ കഴിയാതെയും ചെയ്യുക എന്നത് തീർത്തും തെറ്റായ സംഗതിയാണ്. ദുഃഖിക്കുന്നവനെ ആശ്വസിപ്പിക്കുക, വിശക്കുന്നവന് ഭക്ഷണം കൊടുക്കുക, ഭാരം വഹിക്കുന്നവരെ ഒരു കൈ നൽകി സഹായിക്കുക തുടങ്ങിയവയാണ് നമുക്ക് ചെയ്യുവാൻ സാധിക്കുന്നത്. അതുകൊണ്ട് ബലിയാടിന്റെ മാംസത്തിന് പകരമായിട്ട് സ്വന്തം ശരീരവും രക്തവും നമുക്ക് പകുത്തിട്ട് നൽകി പഴയ ഉടമ്പടിയുടെ സ്ഥാനത്ത് ഒരു പുതിയ ഉടമ്പടി കർത്താവ് സ്ഥാപിച്ചു. ഒന്നാമതായിട്ടുള്ള ഒരു വിളിയാണ് കർത്താവ് നമുക്കിതിലൂടെ ലഭ്യമായി തരുന്നത്. സ്വയം സമർപ്പിക്കുവാൻ നാം തയ്യാറാകപ്പെടുമ്പോൾ ത്യാഗത്തിലൂടെ അന്യരെ സ്നേഹിക്കുവാനും സമൂഹത്തിന്റെ നന്മ സാധ്യമല്ലാതെ സമാനമായിരിക്കുന്ന തത്വം മനസ്സിലാക്കുവാനും സാഹോദര്യത്തിന്റെയും പങ്കുവയ്ക്കലിന്റെയും എളിമയുടെയും ത്യാഗത്തിന്റെയും ഒക്കെ അന്തസ്സത്ത ഉൾക്കൊള്ളുവാനും അവസരമൊരുക്കിയാണ് നല്ല ക്രിസ്തു ശിഷ്യരായിട്ട് നമുക്ക് പ്രതിജ്ഞ എടുക്കുവാൻ സാധിക്കണം. അതുകൊണ്ട് ഓരോ തിരുവത്താഴ ശുശ്രൂഷ എന്ന് പറയുന്നത് ഒരു ഒന്നാകുവാനായിട്ടുള്ള വിളിയാണ്. അപ്പം ഒന്നാകൊണ്ട് പലരായ നാം എല്ലാവരും ഈ ഒരപ്പത്തിന്റെ അംശികളായി തീരുകയാണ്. നമ്മുടെ ബന്ധങ്ങളെയൊക്കെ ഒട്ടി ഉറപ്പിക്കുവാൻ, ക്രിസ്തുവും നമ്മളും തമ്മിലുള്ള ബന്ധത്തെ ഒട്ടി ഉറപ്പിക്കുവാൻ, നമ്മളും സമൂഹമായിട്ടുള്ള ബന്ധങ്ങളെ ഒട്ടി ഉറപ്പിക്കുവാൻ, നമ്മളും നമ്മുടെ പ്രിയപ്പെട്ടവരും സഭയുമായിട്ടുള്ള ബന്ധത്തെ ഒട്ടി ഉറപ്പിക്കുവാനായിട്ടുള്ള ഒരു ശുശ്രൂഷയാണ് തിരുവത്താഴ ശുശ്രൂഷയിലൂടെ നമുക്ക് ലഭ്യമായി തീരുന്നത്.
ആ വലിയ ശുശ്രൂഷ ചെയ്യുവാനായിട്ട്. ക്രിസ്തു എന്റെ പാപങ്ങൾക്ക് വേണ്ടി ഒരിക്കലായി മരിച്ചു എന്ന ഓർമ്മയോടുകൂടെ തിരുവത്താഴ മേശയുടെ ശുശ്രൂഷയിലേക്ക് അടുത്തു വരുവാൻ, ആ വലിയ ശുശ്രൂഷയിൽ പങ്കാളികളായി ദൈവത്തിന്റെ കൃപയും ചൈതന്യവും പ്രാപിക്കാൻ വലിയവനായിരിക്കും ദൈവം എന്നെ നിങ്ങളെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ എന്നെ നിങ്ങളെയും സഹായിക്കുമാറാകട്ടെ. ആമേൻ. അർത്ഥവത്തായ തിരുവചന സന്ദേശം നമുക്ക് നൽകിയ ഏറ്റവും സ്നേഹമുള്ള ജോയി അച്ഛനോടുള്ള നന്ദി ഈ സമയത്ത് നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ ഞാൻ അറിയിക്കുന്നു. തിരുവചനം ശ്രമിച്ച നമുക്ക് എല്ലാവർക്കും ചേർന്ന് നമ്മുടെ വിശ്വാസം അപ്പോസ്തല വിശ്വാസ പ്രമാണത്തിന്റെ വാക്കുകളിൽ ഉറപ്പിച്ച് പ്രഖ്യാപിക്കാം. സർവശക്തിയുള്ള പിതാവായി ആകാശവും ഭൂമിയും സൃഷ്ടിച്ചവനായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവൻ ഏകപുത്രനായി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലും ഞാൻ വിശ്വസിക്കുന്നു. ഇവൻ പരിശുദ്ധാത്മാവിനാൽ കന്യകമറിയിൽ ഉത്പാദിപ്പിക്കപ്പെട്ടു, ജനിച്ചു, പൊന്തിയോസ് പീലാത്തോസിന് കീഴിൽ കഷ്ടപ്പെട്ടു, ക്രൂശിക്കപ്പെട്ടു, മരിച്ചു, അടക്കപ്പെട്ടു. അവൻ പാതാളത്തിലേക്ക് ഇറങ്ങി, മൂന്നാം ദിവസം മനുഷ്യരിൽ നിന്ന് പിന്നെയും ഉയർത്തെഴുന്നേറ്റു. അവൻ സ്വർഗത്തിലേക്ക് കയറി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് അവൻ ജീവന്റെയും മരിച്ചവരെയും ന്യായം വിധിക്കുവാൻ വരികയും ചെയ്യും. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കാതോലിക സഭയിലും വിശുദ്ധന്മാരുടെ സംസർഗത്തിലും പാപമോചനത്തിലും ശരീരത്തിന്റെ പുനരുത്ഥാനത്തിലും നിത്യജീവനിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായി നമുക്ക് നമ്മുടെ തലകളെ വണക്കാം. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായി തിരുസന്നിധിയിൽ നമ്മൾ തലകളെ ഉയർത്താം. സർവശക്തനും കാരണവാനുമായ പിതാവേ, ലോകമെമ്പാടും തത്സമയം നിറഞ്ഞിരിക്കുന്ന ഈ കോവിഡ് പശ്ചാത്തലത്തിൽ അങ്ങയുടെ തിരുസന്നിധിയിൽ അർപ്പിക്കുന്ന പ്രാർത്ഥനയെ കേട്ട് ഉത്തരവിടണമേ. ഈ ഭയങ്കര വ്യാധിയിൽ നിന്ന് പരിപൂർണമായി സുഖായിപ്പാൻ അങ്ങയുടെ ആശീർവാദമല്ലാതെ വേറൊന്നുമില്ല. അങ്ങയുടെ ചെറിയെങ്കിലും ഞങ്ങൾ ഏവരെയും അരച്ച് എല്ലാവിധ രക്ഷയ്ക്കായും അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഈ മഹാമാരിയെ ശമിപ്പിക്കാൻ അങ്ങക്ക് മാത്രമേ സാധിക്കുള്ളൂ എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. താമസിക്കാതെ ഈ രോഗത്തെ ബാധ്യതകൾ തടഞ്ഞ് ഞങ്ങളെല്ലാവരെയും കാത്തുകൊള്ളണമേ. ലോകത്തിൽ നിന്ന് ഈ രോഗാണുക്കളെ നീക്കളയണമേ. അങ്ങയുടെ ശക്തി പ്രാപിപ്പിക്കണമേ. സഭയിലെ പാവപ്പെട്ട അച്ഛനെയും കുടുംബത്തെയും സഭയിലെ നടത്തിപ്പുകാരുടെയും അവരുടെ കുടുംബത്തെയും സഭാവിശ്വാസികൾ വാണിജ്യശീലിക്കുന്നവർ, കുഞ്ഞുങ്ങൾ, രോഗികൾ, വിദ്യാർത്ഥികൾ എല്ലാവരും അങ്ങനെ തന്നെ കാത്തു സൂക്ഷിക്കണമേ. ഏവർക്ക് വേണ്ടിയും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. രോഗബാധിതർക്ക് രോഗമുക്തിയും ഈ മാരകരോഗ ഇനി ആരെയും പിടിക്കാതവണ്ണം അങ്ങ് ഞങ്ങളെ എല്ലാവരെയും കാത്തു സൂക്ഷിക്കണമേ. ദേവാലയത്തിൽ എല്ലാവരും വളരെ വേഗം ഒന്നിച്ചു കൂടുവാനും അങ്ങനെ വാഴ്ത്തുവാനും സ്തുതിക്കാനും ആരാധിപ്പാനും ഉള്ള സാഹചര്യത്തെ വളരെ വേഗം നിർത്തിത്തരണമേ. ക്രിസ്തീയ ഐക്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സഹോദരന്മാർ ഒരുമിച്ചിരിക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരമാണെന്ന് ഞങ്ങളെ പഠിപ്പിക്കുന്ന കർത്താവെ നിനക്ക് ഞങ്ങൾ സ്തോത്രം മോചിക്കുന്നു. ഞങ്ങളുടെ പാപങ്ങളെയും അങ്ങയുടെ സഭയിലെ വിശ്വാസം ഒന്ന് അങ്ങക്ക് അനുസരണമായും ഐക്യമായും ജയിക്കുവാൻ വേണ്ടുന്ന പരിശുദ്ധ കൃപയും സമാധാനവും തരണമേ. സ്ഥിരീകരണത്തിന് ഒരുങ്ങുന്നവർക്ക് വേണ്ടിയും വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നവർക്ക് വേണ്ടിയും പരിശുദ്ധ സ്നാനത്തിനായി ഒരുങ്ങുന്ന കുഞ്ഞുങ്ങളെയും അവരുടെ മാതാപിതാക്കളെയും അവരുടെ ഹൃദയങ്ങളെയും മനസ്സുകളെയും അങ്ങയുടെ കൃപകൾ നിറയ്ക്കണമേ. സൺഡേ സ്കൂൾ കുട്ടികൾക്ക് പഠിപ്പിക്കുന്ന അധ്യാപകർക്കുമായി പ്രാർത്ഥിക്കുന്നു. പരിപൂർണമായ വിശ്വാസവും പരിപൂർണമായ പ്രാർത്ഥനയും പരിപൂർണമായ ജ്ഞാനവും അവർക്ക് നൽകി മക്കളെ അനുഗ്രഹിക്കുന്ന മക്കളായി തീർക്കുവാൻ തക്കമുള്ള കൃപാവനം അവർക്ക് ചെയ്തു തരണമേ. അങ്ങയുടെ വിശുദ്ധ സഭയിലെ എല്ലാ സൺഡേ സ്കൂൾ പഠിക്കുന്നവരെയും പരിപാലിക്കണമേ. അവർക്ക് ജ്ഞാനത്തെ നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവിൻ്റെ നന്മ അങ്ങയെ ആരാധിക്കുവാനും ആയുഷ്കാലമെല്ലാം അങ്ങയ്ക്ക് സേവനം ചെയ്യുവാനും തക്കണം അവരെ ഒരുക്കണമേ. അഭ്യർത്ഥിക്കുന്നു. മക്കളുടെ ദുസ്വഭാവം ദുഷ്ടിതം പിന്മാറുമെന്ന് വിട്ട് ദൈവവിശ്വാസം, ദൈവഭക്തി, ദൈവഭയത്തിൽ ജീവിക്കുന്ന നല്ല മക്കളായി തീർക്കണമേ.
വിദ്യാലയങ്ങൾക്കായും വിദ്യാലയത്തിലെ എല്ലാ വിദ്യാർത്ഥികൾക്കായും അധ്യാപകന്മാർക്കായും പ്രാർത്ഥിക്കുന്നു. അവരെ അനുഗ്രഹിച്ച് അവരുടെ ശ്രമങ്ങളെ സഫലമാക്കണമേ. കുട്ടികളുടെ മനസ്സ് ദിനംപ്രതി ജ്ഞാനത്തിൽ പ്രകാശിക്കുവാനും പരിശുദ്ധാത്മാവിനാൽ അവരുടെ ഹൃദയങ്ങൾ അങ്ങയോടും അങ്ങയുടെ ഏകമകൻ ക്രിസ്തു യേശുവിനുള്ള സ്നേഹത്തിൽ നിലയപ്പെടുവാൻ തക്കണം കൃപകരണമേ. ജീവിതത്തിൽ ആധാരമായി അങ്ങ് ഓരോരുത്തർക്കും ദാനമായി നൽകിയിരിക്കുന്ന പ്രവൃത്തികളിൽ കൃത്യനിഷ്ഠതയും ചുമതലാബോധത്തോടും സത്യസന്ധതയോടെ പ്രവർത്തിക്കുവാൻ തക്കണം അവരുടെ ഹൃദയങ്ങളെ കുറിക്കണമേ. അവർ ചെയ്യുന്ന ജോലികളെ അനുഗ്രഹിക്കണമേ. ഈ സഭയിലെ ഓരോരുത്തരും മക്കൾ എല്ലാവരും തന്നെ വാഹനങ്ങൾ സഞ്ചരിക്കുന്നവരാണ്. വാഹനങ്ങൾ സഞ്ചരിക്കുമ്പോഴും വാഹനങ്ങൾ ഓടിച്ചു ചെല്ലുമ്പോഴും തീർച്ചയായും അവരോട് കൂടി ഇരിക്കണമേ. അങ്ങനെ സായുധ സൈന്യം അവർക്ക് ചുറ്റും പാളയമായിരിക്കണമേ. ഒരു ബുദ്ധിമുട്ടുകളും കഷ്ടങ്ങളും പ്രയാസങ്ങളും ആപത്തുകളും അനർത്ഥങ്ങളും കൂടാതെ അവരെ കാത്തു സൃഷ്ടിക്കണമേ. അങ്ങനെ ചെറിയെങ്കിൽ എല്ലാവരെയും കാത്തുകൊള്ളണമേ. ലോകസമാധാനത്തിന് വേണ്ടിയും വിളവുകൾക്കായും പ്രാർത്ഥിക്കുന്ന മനുഷ്യർക്കായും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സഭയിലെ ഭരണസമിതിക്കായി ഞങ്ങളുടെ തിരുമേനിക്കായും എപ്പിസ്കോപ്പർ പട്ടയക്കാർ സഭാപ്രവർത്തകന്മാർ സുശീലന്മാർ എല്ലാവർക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിവാഹവാർഷികം ജന്മദിനം ആഘോഷിക്കുന്നവരെയും ഭരണാധികാരികളെയും എല്ലാവർക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിത്യസമാധാനവും നൽകണമേ. 30, 60, 100 മേനി വിളയുവാൻ തക്കണം പോഷിപ്പിക്കണമേ. ഭരണസമിതിയുള്ളവർക്ക് ജ്ഞാനത്തിൻ്റെ ആത്മാവിനെ നൽകണമേ. ദൂരസ്ഥരായി എല്ലാവരുടെയും അങ്ങയുടെ ദൂരസ്ഥരായ എല്ലാവരോടും അങ്ങയുടെ കൃപയും സംരക്ഷണയും തിരക്കുട്ടായ്മയും ചേർത്തുകൊള്ളണമേ. ഓരോരുത്തരെയും അങ്ങയുടെ തിരിച്ചെടുത്ത് തരുന്നു. ഓരോരുത്തരും എടുത്ത് വഴി നടത്തണമേ. അങ്ങയുടെ സഭയിലെ സ്ത്രീജനസംഘത്തെയും അവരുടെ പ്രവർത്തനങ്ങളെയും യുവജനങ്ങളെയും അവരുടെ പ്രവർത്തനങ്ങളെയും കൂട്ടായ്മകളെയും അനുഗ്രഹിച്ച് അതിൻ്റെ ഉദ്ദേശത്തെ അവർക്ക് അറിയിപ്പാനും സഭയ്ക്ക് അവർ മൂലം നന്മയും പുരോഗതിയും ഉണ്ടാകൊണ്ടപ്പോണം അവരെ ഉയർത്തണമേ. പുതിയ ദേവാലയത്തിൻ്റെ പൂർത്തീകരണത്തിനായി അങ്ങയോട് അപേക്ഷിക്കുന്നു. സാമ്പത്തിക പ്രശ്നത്തെ തരണം ചെയ്യുവാനുള്ള പുതിയ മാർഗങ്ങൾ കണ്ടെത്തുവാനും ഒന്നുചേരുവാനുള്ള സാമ്പത്തിക സഹകരണങ്ങൾ വേഗത്തിൽ എത്തിച്ചേരുവാനും മുടക്കിവിന്നി ദേവാലയത്തിൻ്റെ പണി പൂർത്തീകരിക്കുവാനും തക്കണം കൃപ ചെയ്യണമേ. ഞങ്ങളുടെ പ്രാർത്ഥനകളെ കേട്ട് ഉത്തരമറിയണമേ. നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി ചെയ്യുവാൻ തക്കണം നമ്മൾ വ്യാപരിക്കുന്ന ശക്തിയിൽ കഴിയുന്നവെന്ന് സഭയിൽ ക്രിസ്തുയേശുവിൻ വിശ്വാസം തലമുറയായി മഹത്വം ഉണ്ടാകുമാറാട്ടെ. ക്രിസ്തുയേശുവിൻ്റെ ദിവ്യനാമത്തിൽ അപേക്ഷിക്കുന്നത് കൃപയോടെ കേൾക്കണമേ. ജീവനുള്ള നല്ല പിതാവേ, ആമേൻ. കർത്താവ് പഠിപ്പിച്ചതുപോലെ നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ. തിരുരാജ്യം വരണമേ. തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പരീക്ഷയിൽ കടക്കാതെ ദുഷ്ടങ്ങളെയും അനുഗ്രഹിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങേക്കുള്ളതല്ലോ. ആമേൻ. ദൈവം നൽകിയ എല്ലാ നന്മകളും ഓർത്തുകൊണ്ട് ദൈവത്തിന് നമുക്ക് സ്തോത്രം അർപ്പിക്കാം. പൊതുവിലുള്ള സ്തോത്ര പ്രാർത്ഥനയിൽ നമുക്ക് പങ്കാളികളാകാം. സർവശക്തിയുള്ള ദൈവമേ, സകല നന്മകളുടെയും പിതാവേ, അയോഗ്യരായ അടിയാരോടും സകല മനുഷ്യരോടും അങ്ങേക്കുള്ള സകല നന്മയ്ക്കായും ആർദ്രകരണയ്ക്കായും ഞങ്ങൾ അങ്ങേക്ക് മഹാവിനയവും മനഃപൂർവ്വമായുള്ള സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ സൃഷ്ടിച്ചതിനും പരിപാലിക്കുന്നതിനും ഈ ആയുസ്സിലെ സകല അനുഗ്രഹങ്ങൾക്ക് വേണ്ടിയും എല്ലാറ്റിനും മേലായി ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം ലോകത്തെ വീണ്ടെടുത്ത നിന്റെ വിലമതിച്ചുകൂടാത്ത സ്നേഹത്തിന് വേണ്ടിയും കൃപാവഴികൾക്ക് വേണ്ടിയും മഹത്വത്തിന്റെ പ്രത്യാശയ്ക്ക് വേണ്ടിയും ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ ഹൃദയങ്ങൾ മായം കൂടാതെ നന്ദിയുള്ളവയായി തീരേണ്ടതിനും നിന്നെ സേവിക്കുന്നതിന് ഞങ്ങളെ ഏൽപ്പിച്ച് ഞങ്ങളുടെ നാടുകളൊക്കെയും വിശുദ്ധിയോടും നീതിയോടും നിന്റെ മുമ്പാകെ നടന്ന് അങ്ങനെ ഞങ്ങളുടെ അകലങ്ങൾ കൊണ്ട് മാത്രമല്ല ഞങ്ങളുടെ നടപ്പിലും കൂടെ നിന്റെ സ്തുതിയെ പ്രസിദ്ധപ്പെടുത്തേണ്ടതിനും നിന്റെ സകല കരണങ്ങളെയും കുറിച്ച് തക്കതായ ബോധം ഞങ്ങൾക്ക് തരണമെന്ന്
ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. അവനും നിനക്കും പരിശുദ്ധാത്മാവിനും സകല ബഹുമാനവും മഹത്വവും കാലാവസാനം കൂടാതെ ഉണ്ടായിരിക്കണമേ. ആമേൻ. സർവശക്തിയുള്ള ദൈവമേ, ഈ സമയത്ത് ഏകമനസ്സോടെ ഞങ്ങളുടെ പൊതുവായ അപേക്ഷകൾ കഴിക്കുവാൻ നീ ഞങ്ങൾക്ക് കൃപ തന്നിരിക്കുന്നു. 2 3 പേർ നിന്റെ നാമത്തിൽ കൂടുമ്പോൾ അവരുടെ അപേക്ഷകളും പ്രകാരം നൽകുമെന്ന് വാഗ്ദത്തവും ചെയ്തിരിക്കുന്നു. ഇപ്പോൾ കർത്താവേ, നിന്റെ അടിയാരുടെ ആഗ്രഹങ്ങളെയും അപേക്ഷകളെയും ഞങ്ങൾ ഏറ്റവും ഉപകാരമാകുമെന്ന് നിവൃത്തി വരുത്തി ഇഹലോകത്തിൽ സത്യത്തിന്റെ പരിജ്ഞാനവും പരലോകത്തിൽ നിത്യജീവനും ഞങ്ങൾക്ക് തരണമേ. ആമേൻ. നിറഞ്ഞ വിശ്വാസത്തോടുകൂടെ കർത്താവിന്റെ ആശീർവാദത്തെ കൈക്കൊള്ളുവിൻ. നാം ചോദിക്കുന്നതിലും നിലയ്ക്കുന്നതിലും അത്യന്തം ബലമായി ചെയ്യുവാൻ നമ്മെ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവന് സഭയിലും ക്രിസ്തുവേശുവിലും എന്നതേക്കും തലമുറ തലമുറയായി മഹത്വമുണ്ടാകട്ടെ. ഇങ്ങനെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിന്റെ അനുഗ്രഹം നിങ്ങളിൽ ഉണ്ടായി എല്ലായ്പ്പോഴും നിങ്ങളെല്ലാവരെയും കാക്കുമാറാകട്ടെ. ആമേൻ. സമാപന ഗാനമായി ഞാൻ കീർത്തനം 251 1 2 ചരണം നമുക്ക് ചേർന്ന് പാടാം. ഞാൻ കീർത്തനം 251 1 2 ചരണങ്ങൾ. പരിശുദ്ധനുമായ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട ദൈവമേ, നിരാരാധിപ്പാൻ ഞങ്ങൾക്ക് നൽകിയ വലിയ കൃപകൾക്കായി നന്ദിയോടുകൂടെ ഞങ്ങളെ സ്തുതിക്കുന്നു. ഞങ്ങൾ ഒരുമിച്ച് കർത്താവേ, ഞങ്ങൾ അനുഭവിച്ച നന്മകൾ എത്രയോ മഹത്വരമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നിന്റെ സന്നിധിയിലേക്ക് കടന്നു വന്നുവല്ലോ. കർത്താവേ, ഞങ്ങളുടെ ആരാധനയിൽ വന്നുപോയ പാളിച്ചകളെ ക്ഷമിക്കുകയും കർത്താവേ, നിന്റെ ഹിതമനുസരിച്ച് ഞങ്ങളുടെ പ്രവർത്തനങ്ങളെ മുമ്പോട്ട് നയിപ്പാൻ ദൈവം ഞങ്ങളെ ശക്തിപ്പെടുത്തുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ച തിരുവചനത്തിനായി നന്ദി. നിന്റെ ശരീരത്തിന്റെ ഭാഗമായി നിന്റെ രക്തം ഞങ്ങളുടെ പാപങ്ങളെ കഴുകി ശുദ്ധീകരിച്ചുകൊണ്ട് കർത്താവെ മുമ്പോട്ട് നയിക്കപ്പെടുവാൻ ഇടയാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ, നിന്റെ സാന്നിധ്യം അടികളോട് കൂടെയുണ്ട് എന്ന് വിശ്വസിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നിന്റെ രക്തത്തിന്റെയും ശരീരത്തിന്റെയും ഓഹരിക്കാരായി തീർന്നുകൊണ്ട് ഞങ്ങളുടെ ജീവിതം ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ ദൈവമേ ഇടയാക്കി തീർക്കണമേ. ഇന്ന് ആരാധനയുടെ ഭാഗമായി തീർന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഞങ്ങളോട് പ്രാർത്ഥിക്കുന്നു. നിന്റെ അനുഗ്രഹം അവരോട് കൂടിയിരിക്കണമേ. ഞങ്ങളുടെ ഭവനങ്ങളിൽ സുരക്ഷിതമായി ആയിരിക്കുന്ന പ്രിയ കുടുംബാംഗങ്ങളെ നിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ദൈവമേ അവരോട് കൂടിയിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പ്രാർത്ഥനയിലോർത്ത എല്ലാ പ്രിയപ്പെട്ടവരെയും ഞങ്ങൾ നിന്റെ സന്നിധിയിലേക്ക് തരുന്നു.
കർത്താവേ, നിന്റെ അനുഗ്രഹമായിട്ടുള്ള നടത്തിപ്പ് ഞങ്ങളോട് കൂടിയിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആരാധനയുടെ ആദ്യോടന്തം നിന്റെ കൃപ സാന്നിധ്യം ഞങ്ങളോട് കൂടി നിന്ന കൃപയ്ക്കായി സ്തോത്രം. എല്ലാ മാനവും മഹത്വവും എടുക്കണമേ. ക്രിസ്തുയേശു മുഖാന്തരം നിങ്ങൾ യാചിക്കുന്നു. കൃപയോടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. കർത്താവ് നിങ്ങളോട് കൂടിയിരിക്കട്ടെ. സമാധാനത്തോടു